നല്ല നെത്തോലി മീൻ കിട്ടിയിട്ടുണ്ട്. ഞാനിതിനെ വെട്ടി വൃത്തിയാക്കി മുള്ളെല്ലാം കളഞ്ഞ് ഇതിനകത്തുള്ള മുള്ളെല്ലാം കളഞ്ഞിട്ട് വെച്ചിരിക്കുകയാണ്. നമുക്കിന്ന് ഇത് മാങ്ങ ഇട്ടൊരു കറി വയ്ക്കാം. വലിയൊരു മാങ്ങയാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു പകുതി ഭാഗം മതി, ഇത്രയും വേണമെന്നില്ല. ഇതിപ്പോൾ ഞാൻ ആവശ്യത്തിന് ഒരു കഷ്ണം മാങ്ങ, ഒരു കഷ്ണം മുരിങ്ങയ്ക്ക, പച്ചമുളക് വലുതും ചെറുതും ചേർത്തിട്ടുണ്ട്. മുരിങ്ങയ്ക്ക ചേർത്തെന്ന് പറഞ്ഞാൽ തനുവാവയ്ക്ക് മുരിങ്ങയ്ക്ക ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഇനി അതിനാവശ്യമായിട്ടുള്ള തേങ്ങ ചേർത്ത് കൊടുക്കാം. ഞാൻ അരയ്ക്കുന്നില്ല. കുറച്ച് മഞ്ഞൾപ്പൊടി, ഞാനൊരു ശകല ഉലുവാപ്പൊടി കൂടെ ചേർക്കുന്നുണ്ട്. വേണ്ടാത്തവർക്ക് അത് ഒഴിവാക്കാം. ആവശ്യത്തിന് ഉപ്പ്, നമ്മളിവിടെ മുളക് പൊടി ചേർക്കാത്തതുകൊണ്ട് ഒരു ശകല കുരുമുളക് പൊടി, എരിവിന് പച്ചമുളക് ചേർത്തിട്ടുണ്ട്. കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ആഡ് ചെയ്യുക. കുറച്ച് പച്ച വെളിച്ചെണ്ണ കുറച്ചൊഴിച്ചാൽ മതി. കറിവേപ്പില. എന്നിട്ട് ഇത് നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇതെല്ലാം ഞാൻ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ലേശം വെള്ളം, അതായത് ഈ കഷ്ണങ്ങളെല്ലാം വേവാനുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം. ഇത്രയും മതി. അപ്പോൾ ഇത് നമുക്ക് ചെറിയ തീയിൽ, മീഡിയം തീയിൽ ഒന്ന് തിളപ്പിച്ചെടുക്കാം. അതിന് ശേഷം മീൻ കഷ്ണം ചേർത്ത് കൊടുക്കാം. നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. ഇത് നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. അതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമുക്കിനി മീൻ ചേർത്ത് കൊടുക്കാം. മീൻ ചേർത്ത് കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്തിട്ട് നമുക്കിത് ഇപ്പോൾ മിക്സ് ചെയ്യേണ്ട. ഇതൊന്ന് വെള്ളം വറ്റി വന്നതിന് ശേഷം നമുക്ക് മിക്സ് ചെയ്യാം. ഇപ്പോൾ അടച്ച് വെച്ച് ഒരു 2 മിനിറ്റോ 3 മിനിറ്റോ കുക്ക് ചെയ്യാം. നമുക്കിതൊന്ന് നോക്കാം. നന്നായിട്ട് മീനിൽ നിന്നൊക്കെ വെള്ളം ഇറങ്ങി ഇപ്പോൾ നന്നായിട്ടുണ്ട്. ഇപ്പോൾ ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഒരുപാട് പൊടിഞ്ഞു പോകരുത്, കാരണം മുള്ളെല്ലാം ഇളക്കിയതല്ലേ. അപ്പോൾ ഇച്ചിരി കൂടെ വെള്ളം വറ്റാനുണ്ട്. അതെ, കുറച്ചുകൂടെ ഒന്ന് വെള്ളം വറ്റി വരട്ടെ. അതുവരെ നമുക്കൊരു 2 മിനിറ്റ് കൂടെ അടച്ചു വെച്ച് വേവിക്കാം. വെള്ളമൊക്കെ വറ്റിയാന്ന് നോക്കാം. മീനൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി ഒരുപാട് നമുക്കിപ്പം എന്താ പറയുക വറ്റിക്കണ്ട, ഇത്തിരി ഗ്രേവി ആയിട്ട് വേണമെങ്കിൽ എടുക്കാം. അപ്പം ലാസ്റ്റ് കുറച്ച് പച്ച വെളിച്ചെണ്ണ, കുറച്ച് കറിവേപ്പില നന്നായിട്ട് ഇതൊന്ന് ഒതുക്കി നമുക്ക് അടച്ച് വെച്ചിട്ട് ചോറ് കഴിക്കാനായിട്ട് വിളമ്പാം.